ഇല്ല, നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഇവിടെ ഇപ്പം നിങ്ങൾ ഉൾപ്പെടെ കേട്ടതിൽ എന്താ DTO അല്ല, DTO എന്താ പറഞ്ഞ്? ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി DTO ജോഷി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി, വകുപ്പ് മന്ത്രിയുമായി ആരുമായിട്ടും ആലോചിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടല്ലേ? ആരുമായും ഗൂഢാലോചന നടത്തിയില്ല. BJPക്ക് എന്തും പറയാം. ഇപ്പം ഈ സുനിലാരാ? അല്ല, BJPയുടെ ആരോപണം ഉന്നയിച്ച ആളുകൾ ഈ സുനിലിൻ്റെ രാഷ്ട്രീയം എന്താ? സുനിലിൻ്റെ രാഷ്ട്രീയം എന്തല്ല? സുനിൽ RSS കാരനല്ലേ? BJP കാരനല്ലേ? അല്ല, ഇവിടെ MLA പങ്കെടുപ്പിച്ചത് മാത്രമല്ല വിഷയം. ഇവിടുത്തെ തൊഴിലാളികൾക്ക് പരാതിയുണ്ട്. ഇതുപോലെ ഒരാൾ ഇപ്പോൾ ഒരു വകുപ്പിനകത്ത്, ഒരു സർക്കാർ സംവിധാനത്തിനകത്ത് ഒരു ഉദ്ഘാടനം വെക്കുമ്പോൾ അതിനൊരു നോട്ടീസ് അടിക്കണം, അതിനൊരു വാർത്ത കൊടുക്കണം. ഇത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനല്ലേ? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലിൻ്റെ തൊഴിലാളി സംഘടനയുടെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി നിന്നുപോയ AC കോച്ച് അല്ലേ നമുക്ക് ബാംഗ്ലൂരിലേക്കാണ്. അപ്പം ഒരുപക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് കേട്ടപ്പോൾ ചാടി വന്നതാവാം. ബാംഗ്ലൂരിലേക്കൊരു ബസ് എന്ന് കേട്ടപ്പോൾ വന്നതായിരിക്കാം അല്ലേ? ബാംഗ്ലൂരിലേക്കൊരു ബസ് എന്ന് കേട്ടപ്പോൾ, ബാംഗ്ലൂരാണല്ലോ, അവിടെയാണല്ലോ മൂപ്പരുടെ പല കലാപരിപാടികളൊക്കെ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കേട്ടപ്പോൾ വന്നതാണ്, എന്താണോന്ന് അറിയില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൽ പങ്കാളികളായിട്ടുള്ള 2 പേരുടെ പേര് പറഞ്ഞു, അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ രീതിയിൽ സർക്കാർ ശമ്പളം പറ്റി, സർക്കാർ സംവിധാനങ്ങളെ അപഹസിച്ച്, തൊഴിലാളികളെ ഒറ്റുകൊടുത്ത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നതെങ്കിൽ ജനങ്ങളെ അണിനിരത്തി മറുപടി പറയിക്കും. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, DYFI പറയുന്നു, സമയവും സ്ഥലമൊക്കെ തീരുമാനിച്ച് നിങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ തീരുമാനിക്കുന്ന സംവിധാനത്തിനകത്ത് ഒരു നോട്ടീസ് അടിച്ച്, ഒരു ബോർഡ് വെച്ച്, ഒരു പൊതുപരിപാടിയിൽ ഉദ്ഘാടകനായി MLA എന്ന നിലയ്ക്ക് പങ്കെടുക്കാൻ പാലക്കാട്ടെ MLAയെ DYFI വരും. അപ്പോൾ നമുക്ക് കാണാം. അല്ല, അവര് കോൺഗ്രസിന് ഉളുപ്പുണ്ടോന്ന്? കോൺഗ്രസ് ഒന്ന് എന്തിനാ പുറത്താക്കി? കോൺഗ്രസിന്റെ അല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി. വാർഡ് മെമ്പർ പോലും ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അവരുടെ ഗ്രൂപ്പിനകത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതുകൂടി ഒന്ന് അന്വേഷിക്കും. ഇതുപോലൊരു MLA താങ്ങി നടക്കേണ്ട കോൺഗ്രസ്സുകാരൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട്, സുരക്ഷ ഒരുക്കുന്നതിനെ കുറിച്ച്. കേട്ടോ?